വിശ്വാസികൾ അവരുടെ ഒരു ആശങ്ക പറയുമ്പോൾ അത് അവർ പഠിച്ചുകൊണ്ടായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ആശങ്ക പരിഹരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി അബ്ദുറഹിമാൻ മിനിസ്റ്ററും ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനുമായി ഇത് ബന്ധപ്പെട്ട് പറയും. പ്രത്യേകിച്ച് 68% നമ്മുടെ മണ്ഡലത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഈ വിശ്വാസി സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. വിവിധ സംഘടനകൾ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അപ്പോൾ ആ വിവിധ മതസംഘടനകൾ, 1-2 സംഘടനകളല്ല, ഒട്ടുമിക്ക സംഘടനകളൊക്കെ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ആവശ്യത്തിനനുസരിച്ച് അതിനോട് പ്രതികരിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിൽ വി അബ്ദുറഹിമാൻ മിനിസ്റ്ററും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മുടെ മണ്ഡലവും 7 മണ്ഡലം ഉള്ളത്, അപ്പുറത്തും അത് തന്നെയാണ്. അല്ല, മലപ്പുറം ജില്ല, അതാ ഞാൻ പറഞ്ഞത്, അത് കൂടുതൽ പഠനം നടത്തേണ്ട കാര്യമാണ്. ജില്ലാ വിഭജനവും കാര്യങ്ങളൊക്കെ അതിലേക്കൊന്നും ഇപ്പോൾ എൻ്റെ പഠനം ഏതായാലും പോയിട്ടില്ല, ജില്ല വിഭജിക്കുന്നതിനെ പറ്റി. നിങ്ങളിൽ പലരും എൻ്റെ കൂടെ വന്നവരാണ്. നിങ്ങൾ കണ്ടു കാണും ആളുകളുടെ പ്രതികരണം. എന്നെക്കാൾ ജനങ്ങളുടെ പൾസ് അറിയും. അതായത് ഈ നാട്ടിൽ അങ്ങനെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരു പരിശ്രമം നടത്തുന്നവർ, സ്ഥാനാർത്ഥിയായി പൾസ് അറിയാൻ ശ്രമിക്കുക എന്ന് പറയുന്നതിൽ പരിമിതിയുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ പരിമിതിയില്ല. നേരിട്ട് അങ്ങ് ഇടപെടാ, ചോദിക്കുക. അപ്പോൾ എന്നോട് പറയുന്നതിനേക്കാൾ നിങ്ങളോട് പറയും. നിങ്ങൾക്കൊക്കെ അതിൽ ബോധ്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയൊരു മാറ്റം മലപ്പുറത്ത് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇവിടെ 2004 ആവർത്തിക്കും എന്ന് തന്നെയാണ് ജനം പറയുന്നത്. വലിയ സ്നേഹം, വലിയ കരുതൽ ഒക്കെ അവർ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗിലെ ഈ സ്ഥാനാർത്ഥി മാറ്റം വലിയ ചർച്ചയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി മാറ്റം? നമ്മളിപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി മാറ്റമൊക്കെ ചിലപ്പോൾ ഒരു മുന്നണി മാറ്റത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ അങ്ങനെ മുന്നണി വെച്ച് കൊടുക്കുന്ന സീറ്റുകളിൽ വരുന്ന എന്തെങ്കിലും ക്രമീകരണം ഒക്കെ ആണെങ്കിൽ പറയാം. ഇത് 2 സ്ഥലത്തും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, അവർ ഇവിടെ ജനപ്രതിനിധിയായി ജയിച്ച ഒരു MP ഉടനെ തന്നെ അവിടേക്ക് മാറുന്നു, അവിടെയുള്ള MP ഇങ്ങോട്ട് മാറുന്നു. അപ്പോൾ അതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാനാണ് എന്നുള്ള നല്ല ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അനുകൂലമായി മാറും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ ഇവിടെ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് അവരുടെയൊക്കെ ഇടപെടലുകൾ, അവരിവിടെ നാട്ടിൽ അവൈലബിൾ ആയിരുന്നോ, ജനങ്ങൾക്ക് എത്രത്തോളം സമീപിക്കാൻ പറ്റും? ഇപ്പോൾ മുൻപത്തെ പോലെയൊന്നല്ല. പണ്ട് നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, മലപ്പുറത്ത് നോമിനേഷൻ കൊടുത്ത് അങ്ങ് പോവുകയാണ് ചെയ്യുക എന്നാ പറയുക. മഞ്ചേരി ആയിരുന്ന സമയത്തും നോമിനേഷൻ കൊടുത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പോകുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ആ സാഹചര്യങ്ങളിൽ നിന്ന് മെല്ലെ താഴോട്ട് വരേണ്ടി വന്നല്ലോ. നോമിനേഷൻ കൊടുത്ത് പ്രചാരണത്തിൽ സജീവമായി വരേണ്ട സാഹചര്യം വന്നു. മത്സരം കടുത്തതായി മാറുന്നു. വോട്ടിംഗ് പാറ്റേണിൽ വലിയ മാറ്റം വരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു വരുന്നു. ഭൂരിപക്ഷം കുറയുന്നു. ആ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നു. അതിൻ്റെയൊക്കെ ഒരു മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ആ ഭൂരിപക്ഷം കുറയൽ ഇത്തവണ ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നതിലേക്ക് എത്തും. ഞാൻ വിജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്.